ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ അത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നതെന്നല്ലേ? നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട്. എവിടെ നിന്നാണെന്നറിയോ? അങ്ങ് റഷ്യന്ന്. അപ്പോൾ അവരിതാ എത്തിയിട്ടുണ്ട്. രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂ. അവർ ഗോവയിലായിരുന്നു. ഗോവയിൽ നിന്ന് കാർണിവലൊക്കെ കഴിഞ്ഞ് പാലക്കാട് മലമ്പുഴ ഡാമൊക്കെ കണ്ട് രാത്രി അവിടുന്ന് ബസ് കയറിയതാട്ടോ. അതാട്ടോ ഇത്ര രാവിലെ വെളുപ്പിനേ വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ താരം. നെഹോർണ ഏഞ്ചൽ എന്നാണ് പേര്. നമ്മൾ അഞ്ജലിക്കാന്ന് വിളിക്കും. ഇവർ വരുന്നതുകൊണ്ട് രാവിലെ പാറുവിനെ കുത്തിപ്പൊക്കിയതാണ്. അതുകൊണ്ട് പാറു അത്ര പെട്ടെന്നൊന്നും എടുത്തില്ല. ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അഞ്ജലിക്ക പിന്നെ എന്തൊക്കെയോ പറഞ്ഞ ആളെ സോപ്പിടുന്നുണ്ട്. പാറുവിനും ബാക്കി എല്ലാവർക്കും കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ആൾ വന്നത്. ഇത് പാറുവിനുള്ള ഒരു ഉടുപ്പാണ്. അവിടുന്ന് കൊണ്ടുവന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ത്യയിലും ഞങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പാവക്കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ നാട്ടിലുള്ള ഒരു കളിപ്പാട്ടാണ്. അവരുടെ ആ ഒരു ഡിസൈനൊക്കെ ഉള്ളത് മാത്രിയോഷ്ക ഡോൾസ് എന്നാണ് ഇവർ അവിടെ ഇതിന് പറയുന്നത്. ഇത് അവരുടെ ഒരു സോവനിയർ ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് ഇതാ ഇങ്ങനെ അഴിച്ചഴിച്ച് ഓരോന്ന് അതിൻ്റെ ഉള്ളിലായിട്ട് വേറെ കുഞ്ഞു കുഞ്ഞു പാവകളുണ്ട്. അത് അഴിച്ച് വെച്ചേക്കാണ്. പാറു അത് നോക്കിയിരിക്കുകയാണ്. പാറുവിന് അത് മേടിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര നേരം ഗമയിട്ടിരുന്നല്ലേ, പെട്ടെന്ന് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ആൾ കണ്ണും ചിമ്മി ഇരിപ്പുണ്ട്. പിന്നെ ഇത് എനിക്കുള്ളതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് 4 വർഷമായി. അന്ന് എടുത്ത ഫോട്ടോയാണത്. പിന്നെ ആ ചേട്ടൻ പോയി കുറച്ച് മീനും ചിക്കനും ഒക്കെ മേടിച്ചിട്ട് വന്നു. ആൾ ചിക്കൻ കഴിക്കില്ല, മീൻ കഴിക്കും. എരിവൊന്നും അവർക്ക് പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ട ജാതിക്കയും കൊക്കോക്കായും അതൊന്നും അവർക്കില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ പറിച്ചു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തത് ഇരുമ്പമ്പുളിയാണ്. അത് പറിച്ചു കൊടുത്തു. അപ്പോൾ ആളാദ്യം മണത്ത് നോക്കുന്നു, തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാ കടിച്ച് നോക്കുന്നുണ്ട്. പുളിയായിട്ടൊരു രക്ഷയില്ല. എന്നാലും ആളത് കുറച്ചെങ്കിലും കഴിച്ച് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ദോശയും സാമ്പാറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി എരിവൊന്നും ഇല്ലാതെ കേട്ടോ മീൻ വറുത്തത്. മീൻ കറി തേങ്ങ അരച്ച് വെച്ചു. പിന്നെ നമ്മുടെ തോരനൊക്കെ കൊടുത്തു. അതൊക്കെ അവർ കഴിക്കും കേട്ടോ. കഴിച്ച് ശീലമില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ വേണ്ടെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അവർക്കിതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ ചിക്കൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ പോയപ്പം ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇന്ന് അവർ വന്ന ദിവസമല്ലേ, അപ്പം പുറത്തൊന്നും അങ്ങനെ കറങ്ങാൻ പോയില്ല. അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച്. പാറു മേത്തൊക്കെ ചാടിക്കുന്നതുകൊണ്ട് പാത്രത്തിലാണ് ഐസ്ക്രീം കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും മീനും ചിക്കനും തോരനും സാമ്പാറും മെഴുക്കുവരട്ടിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങി. ഇത് സോണിയ ചേച്ചിയുടെ വീടാണ്. അവിടെ കണ്ട പേരയ്ക്കയും മൾബറിയും ഒക്കെ നമ്മൾ പറിച്ച് തിന്നുന്നുണ്ട്. ഇത് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. വെട്ടിക്കളഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പാറും പുറകെ പോയിന്ന് ഓരോന്ന് മേടിച്ച് തിന്നുന്നുണ്ട്. ഇപ്പോൾ പാറു നല്ല കൂട്ടാണ്, പരിചയക്കുറവൊന്നുമില്ല. പിന്നെ മോള് ഒരു കൊള്ളില്ലാത്ത പേരയ്ക്ക എടുത്ത് അച്ഛൻ അത് കഴിച്ചേ പറ്റുള്ളൂ. അച്ഛൻ പിന്നെ കഴിക്കുന്ന പോലെ അഭിനയിച്ചങ്ങ് ഒഴിവാക്കി. പിന്നെ സോണിയ ചേച്ചിയുടെ വീട്ടിൽ ആരുമില്ല. പാറുവാണ് അവിടെ ചെന്ന് സോണിയ ചേച്ചീനെയും ചേച്ചിമാരെയൊക്കെ വിളിയാണ് ആരും അതിൽ ഉറക്കാൻ. പിന്നെ നമ്മൾ നേരെ അടുത്ത പറമ്പിലേക്ക് പോയി. നമ്മുടെ വീട്ടിൽ കപ്പളങ്ങയുണ്ട്, പക്ഷെ അത് നല്ലവണ്ണം പഴുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത പറമ്പിൽ കപ്പളങ്ങ പറിക്കുകയാണ്. അത് നന്നായി പഴുത്തിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് കഴിക്കാം. പിന്നെ ചേട്ടൻ കരിമ്പ്, ഇത് നമ്മുടെ സ്വന്തം പറമ്പിലെയാണ്. കരിമ്പൊക്കെ മുറിച്ച് ഞങ്ങൾ അതും കഴിച്ചു. ഇനിയിപ്പോൾ കൈയൊക്കെ കഴുകണമല്ലോ, അതാണ് ഇവിടെ നടക്കുന്നത്. കയ്യും പാത്രം കഴുകുന്ന യുദ്ധത്തിലേക്ക് റഷ്യയിൽ നിന്ന് ഒരാളും കൂടെ ചേർന്നിട്ടുണ്ട്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാറുവിനൊരു രക്ഷയില്ല. കൈ കഴുകണം, കാല് കഴുകണം, പാത്രം കഴുകണം, തുണി അലക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോൾ കൂട്ടിനൊരാളും കൂടെ ആയപ്പോൾ പിന്നെ പറയേ വേണ്ട. 2 പേരും കൂടെ അവിടെ ഇരുന്ന് വെള്ളത്തിൽ കളിയാണ്. അഞ്ജലിക്കൊക്കെയാണ് പിള്ളേരെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് പാറുവിന് ഒരു കൂട്ടുമായി. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയതാണ്. അമ്പലത്തിൽ ഉത്സവമാണ്. റെഡിയായൊക്കെ കഴിഞ്ഞപ്പോൾ പെരും മഴ, കറണ്ടും പോയി. കുറേ നേരമൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു, ഒരു രക്ഷയില്ല. പാറുവിന് വിശപ്പ് സഹിക്കാതെ പാറു കപ്പയും ചിക്കനൊക്കെ കഴിച്ചു. കറണ്ട് വരില്ലെന്ന് ഉറപ്പായപ്പോൾ പിന്നെ ഞങ്ങളും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു.